ഇത് KUV 100 100ൻ്റെ കുറച്ച് ഹിഡൻ ഫീച്ചേഴ്സാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. KUV 100 2016 മോഡൽ വണ്ടിയാണ്. നമ്മൾ ബാക്ക് ഡോർ തുറന്നിട്ട് ബാക്കിലെ പ്ലാറ്റ്ഫോമിൽ ഒരു ഹിഡൻ ഫീച്ചറുണ്ട്. അതായത് ഈ ഭാഗം ഈ സെൻറ്റർ പോർഷനിൽ കാണാം, ഇങ്ങനെ ഒരു അടയാളം ഉണ്ടാവും. ഈ ഒരു അടയാളത്തിൽ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടാവും, വലിക്കാനുള്ള പോയിൻ്റ്. ഈ വലിക്കാനുള്ള പോയിൻ്റ് ഒന്ന് വലിച്ചാൽ ഇത് പിടിച്ച് വലിച്ചാൽ നമുക്കിവിടെ ഒരു അറ കാണാം. ഇവിടെ എന്ത് വേണമെങ്കിൽ ടൂൾസോ അല്ലെങ്കിൽ വേറെ എന്താ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ഫീച്ചർ, ഹിഡൻ ഫീച്ചറിൽ ഒന്ന് ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലെ സീറ്റിലും ഇതേപോലെ തന്നെ ഉണ്ട്. ഫ്രണ്ടിലെ പ്ലാറ്റ്ഫോമിലൊന്നല്ല, ഈ കാണുന്ന സീറ്റിൻ്റെ അടിയിലാണ്. ഈ സീറ്റിൻ്റെ അടിയിൽ ഈ ഒരു പോയിൻ്റ്, ഇതേപോലെ ഒരു പോയിൻ്റ് ഉണ്ടാവും വലിക്കാനുള്ള. ഈ ഒരു പോയിൻ്റിൽ നമ്മൾ വിരൽ വെച്ചിട്ട് വെച്ചാൽ ഇവിടെ ഒരു ബോക്സ് കാണും. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യമായിട്ട് നമ്മൾ ഈ പർച്ചേസിംഗ് ഒക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ എടുത്തിട്ട് മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോയിട്ട് അതിൽ സാധനം പച്ചക്കറിയോ അല്ലെങ്കിൽ ഫിഷോ ചിക്കനോ എന്തോ വേണ്ട എടുത്ത് നമുക്കതേപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ആ സീറ്റിൽ തന്നെ ആ ഭാഗത്ത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ച് വെക്കാം. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഈ ഫിഷ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇത് മാത്രം വാഷ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ടിക്കിലോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ മാറ്റ് മൊത്തം എന്താവും, സ്മെല്ലടിക്കും. അപ്പോൾ ഈ സാധനം എടുത്തിട്ട് ഈ സാധനം മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, വാഷ് ചെയ്താൽ മതി. ഇതിൻ്റെ ഒരു ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ കമ്പനി പറയുന്ന ഫ്യൂച്ചറാണ്, എല്ലാവർക്കും അറിയും. പക്ഷേ ഇത് ഇപ്പോൾ നമുക്ക് ഹാൻഡ് റെസ്റ്റും ആക്കാം. അതേപോലെ തന്നെ KUV എന്ന വാഹനം എല്ലാവർക്കും അറിയാം, 6 സീറ്റർ വണ്ടിയാണ്. ഫ്രണ്ടിൽ 3 പേർക്ക് ഇരിക്കാം, ഡ്രൈവർ അടക്കം 3 പേർക്ക്, ബാക്കിലും അതേപോലെ 3 പേർക്ക് ഇരിക്കാം. അപ്പോൾ ഇതെങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചാൽ ഈ ഒരു കപ്ലർ വലിച്ചിട്ട് ഇപ്പം ഇവിടെ ഒരു സീറ്റും കൂടിയായി. അപ്പോൾ 6 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഈ സീറ്റ് ഇതുപോലെ നിർത്തി വെക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രൈവർക്ക് തന്നെ ഹാൻഡ് റെസ്റ്റായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ 3 ഫീച്ചറാണ് അപ്പം നിങ്ങളെ ഈ ഉള്ളിലുള്ള ഫീച്ചർ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇനി വേണ്ടത് നമ്മളെ കീയിലാണ് ഫീച്ചേഴ്സ്. അതായത് കീയിൽ നമുക്കിത് ഫസ്റ്റ് ലോക്ക്, അതേപോലെ അൺലോക്ക്, ഒരു ബട്ടൺ, സെൻട്രൽ ഒരു ബട്ടണും കൂടി ഉണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 ഇൻഡിക്കേറ്റർ ഓണാവും. ഈ 4 ഇൻഡിക്കേറ്റർ ഓണാക്കാനാണ് നമുക്ക് സെൻട്രലിലെ ബട്ടൺ, അത് തന്നെ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഫായും. അതേപോലെ തന്നെ നമുക്ക് ഇതെന്തിനാ വെച്ചിട്ട് നമ്മൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി എവിടെയെന്ന് അറിയാൻ വേണ്ടി ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 4 ഇൻഡിക്കേറ്റർ ഓണാവും. പിന്നെ അതേപോലെ ഒന്ന് ലോക്ക് ബട്ടൺ. ഇനി നമ്മൾ അൺലോക്ക് ബട്ടൺമേലാണ് നമുക്ക് കിടക്കുന്നത്. ഈ അൺലോക്ക് ബട്ടൺമേൽ വരുന്നത് എന്താ വെച്ചിട്ട് നമ്മൾ നെക്കിക്കഴിഞ്ഞാൽ ഈ ഒരു DR ഉണ്ട് കത്തും. ഇപ്പോൾ പകലായതുകൊണ്ടാണ് അത് ബ്ലിങ്ക് ചെയ്ത് പോയത്, രാത്രിയാണെങ്കിൽ അത് കത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ പുറമെ നമുക്ക് വണ്ടി കുറേ ദൂരെ നമുക്ക് ഫ്രണ്ടിലേക്ക് വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ ഈ അൺലോക്ക് ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്താണ്. അപ്പോൾ ഒന്നുകൂടി ആ ലൈറ്റ് കത്തും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെഡ് ലൈറ്റ് നമുക്ക് രണ്ടും കത്തും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ വെട്ടം കിട്ടാൻ വേണ്ടി നമുക്ക് ഇത് ചെയ്യാം. അതേപോലെ തന്നെ ഈ ബട്ടൺ തന്നെ ഒന്നുകൂടി നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റ് ഓഫ് ആവുകയും നമുക്ക് ലോക്ക് തുറന്ന വണ്ടിയായിരിക്കും. പിന്നെ നമുക്ക് അൺലോക്ക് ചെയ്യാം, ലോക്കാക്കുകയും ചെയ്യും.